ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഹേർട്ട് ഡിസീസ് എന്ന ഡാറ്റയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ SVM നോക്കിയായിരുന്നു. ഇനി ഡിസിഷൻ ട്രീ അല്ലെങ്കിൽ റാൻഡം ഫോറസ്റ്റ് അൽഗോരിതം നമുക്ക് യൂസ് ചെയ്തത്. റാൻഡം ഫോറസ്റ്റ് നമുക്ക് ഓൾറെഡി പറഞ്ഞു, ക്ലാസിഫിക്കേഷനും റിഗ്രഷനും വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഹേർട്ട് ഡിസീസ് ആയിട്ടുള്ള ഒരാളെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് ഹേർട്ട് ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ SVM യൂസ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് റാൻഡം ഫോറസ്റ്റും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു മോഡലിന് അത്ര നല്ല ആക്യുറസി ഇല്ലെങ്കിൽ നമ്മൾ അൽഗോരിതം അല്ലെങ്കിൽ മോഡൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, വേറെ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്ത് നോക്കുക. അപ്പോൾ ചില അൽഗോരിതം ചിലപ്പോൾ അത്ര ആക്യുറസി തരണമെന്നില്ല. അപ്പോൾ വേറൊരു ക്ലാസിഫിക്കേഷൻ ടൈപ്പ് അൽഗോരിതം നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ഏത് അൽഗോരിതമാണ് ബെസ്റ്റ് ആക്യുറസി തരുന്നത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഹേർട്ട് ഡിസീസിന്റെ ഈ ഒരു പ്രോബ്ലം നമുക്ക് റാൻഡം ഫോറസ്റ്റ് എന്ന അൽഗോരിതം യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നോർമലി ചെയ്തതുപോലെ തന്നെ ലൈബ്രറീസ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുക, ഈ ഒരു ഫയലിന്റെ റീഡ് ചെയ്തെടുക്കുക, ദെൻ അത് ആ ഒരു ഡാറ്റ സെറ്റ് നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കുക. ഹെഡ് ഫംഗ്ഷൻ വെച്ചിട്ട് ഇത് ക്ലീൻഡ് ഡാറ്റ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിംഗ് ചെയ്തതിന് ശേഷം നമുക്ക് മോഡൽ ഇനിഷ്യലൈസ് ചെയ്യണം അല്ലേ. അപ്പോൾ മോഡൽ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രം SQLിൽ എൻസെമ്പിൾ എന്നൊരു മൊഡ്യൂൾ ഉണ്ട്. ബിക്കോസ് ഞാൻ റാൻഡം ഫോറസ്റ്റ് എന്താണെന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. എൻസെമ്പിൾ ലേണിംഗ് മെത്തേഡാണ് റാൻഡം ഫോറസ്റ്റ് എന്ന് പറയുന്ന അൽഗോരിതം. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ ഡിസിഷൻ ട്രീസിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രഡിക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ എൻസെമ്പിൾ എന്ന ഒരു മൊഡ്യൂളിലാണ് ഈ ഒരു റാൻഡം ഫോറസ്റ്റ് എന്ന ക്ലാസിഫയർ ഉള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ റാൻഡം ഫോറസ്റ്റ് അൽഗോരിതം യൂസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമ്മൾ RAF എന്നൊരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് ഈ റാൻഡം ഫോറസ്റ്റ് എന്ന അൽഗോരിതത്തിന് ഇനീഷ്യലൈസ് ചെയ്തു. നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യണം. ഇനീഷ്യലൈസ് ചെയ്ത് എടുത്തു. ഈ RAFലാണ് ഇപ്പോൾ നമ്മുടെ മോഡൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ മോഡൽ ചൂസ് ചെയ്തു. അപ്പോൾ SVM നമുക്ക് അത്ര നല്ല പ്രഡിക്ഷൻ തന്നില്ല അല്ലേ ആ ഒരു ഡാറ്റ സെറ്റിൽ. അപ്പോൾ ചില ഡാറ്റ സെറ്റിൽ ചില അൽഗോരിതം കറക്റ്റ് നല്ല രീതിയിലായിരിക്കില്ല പെർഫോം ചെയ്യുക, എന്നാൽ ചില ഡാറ്റ സെറ്റിൽ നല്ല രീതിയിലായിരിക്കും ആ ഒരു അൽഗോരിതം പെർഫോം ചെയ്യും. നമ്മൾ അൽഗോരിതംസ് മാറ്റി നോക്കാം. നമുക്ക് റാൻഡം ഫോറസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ഒരു ഡാറ്റ സെറ്റിൽ. ഓക്കെ, അപ്പോൾ ഫിറ്റ് എന്ന കമാൻഡാണ് പിന്നീട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. RF.fit X ട്രെയിനും Y ട്രെയിനും പാസ് ചെയ്തു. ഓക്കെ, നമ്മൾ ഇത് ട്രെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ ട്രെയിൻ ആയിട്ടുണ്ട്. റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ നമുക്ക് കിട്ടി. നെക്സ്റ്റ് എന്താ, പ്രഡിക്ഷൻ ആണ്. പ്രഡിക്റ്റ് ചെയ്തു. പ്രഡിക്ഷനിൽ X ടെസ്റ്റ് പാസ് ചെയ്തു. എന്താണ് പ്രഡിക്ഷൻ കിട്ടിയെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ Y ടെസ്റ്റ്. ഇതാണ് നമ്മുടെ പ്രഡിക്ഷൻ. ഇതാണ് നമ്മുടെ Y ടെസ്റ്റ്, അതായത് ഒറിജിനൽ വാല്യൂസ്. ഇതാണ് നമ്മുടെ പ്രഡിക്ഷൻ, സിസ്റ്റം പ്രഡിക്റ്റ് ചെയ്ത വാല്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആക്യുറസി സ്കോർ നോക്കാം റാൻഡം ഫോറസ്റ്റിൽ. ഇപ്പോൾ ആക്യുറസി സ്കോർ എന്ന ഫംഗ്ഷൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആക്യുറസി സ്കോറിൽ നമ്മൾ Y ടെസ്റ്റും Y പ്രിഡിക്റ്റും പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആക്യുറസി സ്കോർ ഇവിടെ എത്ര കിട്ടി, 81% കിട്ടിയിട്ടുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഗുഡ് മോഡലാണെന്ന് നമുക്ക് പറയാം. 75 above ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി കൺഫ്യൂഷൻ മാട്രിക്സ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കൺഫ്യൂഷൻ മാട്രിക്സ് ഇതിൽ കിട്ടിയിരിക്കുന്നുണ്ടോ, 20 ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെ ഡയഗണലി നമ്മൾ എടുക്കുവാണെങ്കിൽ 20 + 30 ഇത്രയാണ് കറക്റ്റ് പ്രൊഡിക്ഷൻ നടന്നിരിക്കുന്നത്. ഫോൾസ് പോസിറ്റീവ് 8 എണ്ണം ഉണ്ട്, ഫോൾസ് നെഗറ്റീവ് 3 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വലിയ കുഴപ്പമില്ലാത്ത മോഡലാണ്. അപ്പോൾ പ്രിസിഷൻ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ Y ടെസ്റ്റും Y പ്രിഡിക്റ്റും നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിസിഷന് റീകോൾ എഫേർട്ട് സ്കോറും കിട്ടും. ഇപ്പോൾ 0 ഒരു 78 കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ആവറേജ് ആണ് എഫേർട്ട് സ്കോർ എന്ന് പറയുന്നത്. പ്രിസിഷൻ റീകോൾ 78, 1 എന്ന വാല്യൂ 85% നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 0 എന്നുള്ളത് 28 എണ്ണം പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, 133 പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്യുറസി എന്ന് പറയുന്നത് എന്താണ്, നമുക്കിവിടെ എത്ര കിട്ടിയത്, 81% കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 8196 ആയതുകൊണ്ട് അത് റൗണ്ട് ചെയ്ത് 82 ആണ് നമ്മുടെ ആക്യുറസി. ഓക്കെ, അപ്പോൾ ഇവിടെ എഫേർട്ട് സ്കോർ ബാലൻസ്ഡ് ആണ്. പ്രിസിഷനും റീകോളും ബാലൻസ്ഡ് ആണെങ്കിൽ ഒരു മോഡൽ നല്ലതാണെന്ന് പറയാം. അതായത് ഫോൾസ് പോസിറ്റീവ് ഒരുപാട് കൂടാനും